ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിധി എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാസ്കരൻ കയറി വരുന്നത്. ഭാസ്കരൻ അവൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ സാമ്പാറിൻ്റെ ഒപ്പം ഇത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിധിയോട് പറയേണ്ട വേറെ ആർക്കും കൊടുക്കണ്ട, അത് നിനക്ക് മാത്രമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി അത് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾ മാത്രമല്ല, അവൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിധി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ശരിക്കും അച്ഛൻ അമ്മയെ കൊന്നതാണോ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അങ്ങനത്തെയൊക്കെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, അച്ഛൻ ഒരു പാവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, കുറച്ച് ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നുകൊണ്ട് ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും വരില്ല, എന്തായാലും അയാൾ ജയിലിൽ പോയതാണ് അമ്മയെ കൊന്ന കുറ്റത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നിധി പറഞ്ഞിട്ട് സോറി, നിങ്ങളൊക്കെ വിഷമിപ്പിച്ചത്, നിങ്ങളൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എല്ലാവരും കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ പെണ്ണ് നോക്കിയ പെണ്ണ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, നോക്ക് സുഭാഷ് ഏട്ടൻ്റെ പെൺകുട്ടിയാണ് വിളിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ട് എടുക്കെടുക്കുക, എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്, എന്താ പറയാൻ ഞങ്ങൾക്കും കേൾക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ? മനസ്സിലായി, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, എന്തായി ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ നിനക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടില്ല, അയാൾ മഹാ ബോറിംഗ് ആണ്, ഏത് സമയത്തും കുടുംബത്തിനെ പറ്റിയും പാചകത്തിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. പിന്നെ എന്തായാലും കാണിക്കുന്നത് നമ്മുടെ നിധി ഭാസ്കരനോട് പോയി പറയുന്നുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, സുനന്ദയ്ക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടനാണെങ്കിൽ സുനന്ദയ്ക്കും ഇഷ്ടമാണ്, അപ്പോൾ എന്തായാലും അച്ഛതിന് മുൻകൈ നിന്നിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കണം, എന്തായാലും എൻ്റെ ഒപ്പം വരണം, നമ്മുടെ അമ്മായിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു, ഞാൻ അവളോട് സംസാരിക്കണം, ഞാൻ ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.